പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കാൻ അയക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുതപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, അങ്ങേ ഹിതമനുസരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തരിച്ച് കൃപ നിറഞ്ഞ പരിശുദ്ധ മറിയത്തെ ആത്മശരീരങ്ങളോടെ സ്വർഗ്ഗത്തിലേക്ക് സമ്മതിക്കപ്പെട്ടുവല്ലോ. സ്വർഗാരോപിത മാതാവിൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നവനാൾ ജപം. ആത്മശരീരങ്ങളോട് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ട കന്യകാമറിയമേ, ദൈവപിതാവിന്റെ പുത്രിയും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമായ ഞങ്ങളുടെ അമ്മേ, മനുഷ്യകുലം മുഴുവന്റെയും മാതാവും മധ്യസ്ഥയും സഹായകയും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. സ്വർഗീയ രാജ്ഞിയും സ്വർഗീയ പുണ്യങ്ങളുടെ ഉറവിടവുമായ അമ്മേ, അങ്ങയെ ശോഭിക്കുന്ന നന്മകളായ ശുദ്ധിയും എളിമയും വിശ്വാസവും അനുസരണവും പരസ്നേഹവും ദാരിദ്ര്യവും ദൈവാശ്രയവും ദൈവഹിതം നിറവേറ്റുവാനുമുള്ള തീക്ഷ്ണതയും ഞങ്ങളിൽ വന്നു നിറയുവാനും അതുവഴി അങ്ങേ തിരുക്കുമാരന്റെ സുവിശേഷത്തിന്റെ ദീപമായി മാറുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കാനായിലെ കല്യാണ വിരുന്ന് അങ്ങേ മധ്യസ്ഥതയാൽ അവിടുത്തെ തിരുക്കുമാരൻ പ്രവർത്തിച്ച അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടപെടണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന നിയോഗങ്ങൾ പരമപിതാവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. കരുണാസാഗരമായ ബാബാവേ, അമ്മയുടെ വിലയേറിയ സഹായത്താൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾ എന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അമ്മയുടെ ഹൃദയത്തിന് സമർപ്പിക്കുന്നു. അമ്മേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ, ആക്രമികൾ എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ. എല്ലായ്പ്പോഴും പാപം വർദ്ധിക്കുന്നതിനും ദൈവഹിതമറിഞ്ഞ് ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേ പ്രേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാപങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ചെറുകൾ ഞങ്ങൾ പ്രശ്നിക്കണമേ. നന്ദി നിറഞ്ഞു പറയുന്ന സൃഷ്ടി കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കുകയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശുവിൻ്റെ കുരിശുമരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ.
അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ദൈവമേ, ഇവിടെ സന്നിധരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ദൈവിക ചൈതന്യം നവമായി ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ സർവോപരി ഊർജ്ജസ്വലരാകുവാൻ ഇടയാക്കണമെന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയെയും രൂപത അധ്യക്ഷൻ പൗലോ മാർട്ടിനെല്ലി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും സമർപ്പിതരെയും പ്രേക്ഷകരെയും പരിശുദ്ധാത്മാ ശക്തിയാൽ നിറയ്ക്കുവാനും കർമ്മഭൂമിയിൽ വിശ്വസ്തരും ധീരരും ആയിരിക്കുവാനും സ്വർഗാരോപിത മാതാവിന്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രത്തിന് വേണ്ടി ഞങ്ങളുടെ രാഷ്ട്രഭരണകർത്താക്കൾ തങ്ങളുടെ അധികാരവും സേവനവും നീതിക്കും സമാധാനത്തിനും സകലരുടെയും ഐശ്വര്യത്തിനും വേണ്ടി വിനിയോഗിക്കുവാൻ സ്വർഗാരോപിത മാതാവിന്റെ മധ്യസ്ഥതയിൽ കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളിൽ വ്യാപരിക്കുന്ന തിന്മയുടെ അരൂപികളായ വെറുപ്പ്, വിദ്വേഷം, അഹന്ത, ജീവിത വ്യഗ്രത, ലൗകിക ആസക്തി എന്നിവയിൽ നിന്നും വിമോചിപ്പിച്ച് ക്രിസ്തീയ മൂല്യങ്ങളുടെ വിളനിലമായി ഓരോ കുടുംബങ്ങളെയും മാറ്റണമെന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രവാസികൾക്ക് വേണ്ടി ഏകാന്തതയിലും മാനസിക സംഘർഷങ്ങളിലും പെട്ട് തുലയുന്ന പ്രവാസികളായ ഓരോ മക്കളെയും ദൈവ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രവാസ ജീവിതത്തെ അചഞ്ചലമായ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കൾക്ക് വേണ്ടി തൊഴിലില്ലാതെ അലയുന്നവർ, ജീവിത പങ്കാളിയെ കണ്ടെത്താനാകാതെ വിഷമിക്കുന്നവർ, കുഞ്ഞുങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ എന്നിവരെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ജീവിതങ്ങളെ അവിടുത്തെ കരസ്പർശത്താൽ ആശ്വാസവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ എന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകസ്ഥർക്ക് വേണ്ടി ഏകാന്തത, നിരാശ, ഉത്കണ്ഠ, വിഷാദം, സമ്മർദ്ദം, ലഹരിയോടുള്ള ആസക്തി, തെറ്റായ ബന്ധങ്ങൾ, ലോകമോഹങ്ങൾ എന്നിവയിൽ ഉലപ്പെട്ടിരുന്ന എല്ലാ ഏകസ്ഥരെയും അങ്ങേ കരതോരിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുകുമാരൻ്റെ ദിവ്യ സാന്നിധ്യത്താൽ ധൈര്യവും കരുത്തും മോചനവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പലവിധ രോഗങ്ങളാലും മാനസിക വിദ്യകളാലും കഷ്ടത അനുഭവിക്കുന്നവരെയും അത്യാസന്ന നിലയിൽ ആയിരിക്കുന്നവരെയും ആരോരും പരിചരിക്കാൻ ഇല്ലാത്തവരെയും വാർദ്ധക്യ സഹജമായ അസുഖത്താലും ഏകാന്തതയാലും വേദനിക്കുന്നവരെയും അങ്ങയുടെ കരതാരിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രിയപുത്രൻ്റെ ആണിപ്പഴുതുള്ള തൃക്കരം നീട്ടി അവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടി മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾ എന്നിവരെ സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ അർഹരാക്കണമെന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃതജ്ഞത അർപ്പണം. മാതൃസഹായത്താൽ ഔദാശിക ജീവിതവും
ഭക്തിയും വഴി ഇടവക സമൂഹത്തെ ആത്മീയതയിൽ ഉറപ്പിച്ചു നിർത്തുകയും സത്പ്രവർത്തികൾ വഴി സാമൂഹിക പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്തതിനെ ഓർത്ത് കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, സ്വർഗ്ഗാരോപിത മാതാവിന്റെ മധ്യസ്ഥതേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. മാതൃസഹായത്താൽ കുടുംബ ഭദ്രതയും സൗഹൃദ ബന്ധങ്ങളും സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റങ്ങളും തൊഴിൽ പുരോഗതിയും നൽകുന്നതിനെ ഓർത്ത് കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, സ്വർഗ്ഗാരോപിത മാതാവിന്റെ മധ്യസ്ഥതയായി ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. സ്വർഗ്ഗാരോപിതമാതാവിന്റെ കരങ്ങളിൽ അടങ്ങി ഞങ്ങളെ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്തുകൊടുക്കുകയും സന്തോഷവും സമാധാനവുമുള്ള കുടുംബജീവിതം നയിക്കുവാൻ കൃപ നൽകുന്നതിന് കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, സ്വർഗ്ഗാരോപിത മാതാവിന്റെ മധ്യസ്ഥതയായി ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉപകാരങ്ങൾക്കും വിശുദ്ധമായി സ്വർഗ്ഗാരോപിതമാതാവോട് കർത്താവിനെ വിളിച്ച് അർപ്പിക്കുക. One minute. പിതാവിന്റെ